ഹലോ. അങ്ങനെ കഴിഞ്ഞു പോയൊരു ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ചങ്ങനാശ്ശേരിയിൽ ആകാശേൻ്റെ നാട്ടിൽ ഞങ്ങൾ പതിവ് പോലെ സൺഡേ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് കരുതി ഉണ്ടാക്കി. അപ്പോൾ അത് കഴിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കുറച്ച് ആചാരമാണ്. അപ്പോൾ മൂടുള്ള ദിവസം ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും ആകാശേൻ്റെ ഫോട്ടോ എടുക്കാൻ പൂതിയാവും. അങ്ങനെ ഫോട്ടോ എടുക്കാൻ എക്സ്ക്യൂസ് മീ, ഇന്നർ ഗാർമെൻറ്റ്സ് എൻ്റെ ഇടയ്ക്ക് വന്നു. ഓക്കെ, അത് നമ്മൾ ബഹുമാനിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ കഥയിലേക്ക് വരാം. അങ്ങനെ ഞങ്ങൾ വാഴയില വെട്ടിയത് വാഴയിലയിൽ കഴിക്കാനുള്ള മോഹം മാത്രമല്ല, അറിയാമെന്നുള്ളവർക്ക് കുറച്ച് പേർക്ക് അറിയാം, ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അതിൽ ആകാശേട്ടൻ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഫുഡ് ഫോട്ടോസ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഒട്ടും വ്യത്യസ്തമായ സമയത്തല്ല, എല്ലാവരെയും പോലെ ലോക്ക്ഡൗൺ പീരീഡിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊരു പേജാണ്. സോ ആ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിൽ വേറൊരു കഥയും കൂടെ ഉണ്ട്. ആകാശേട്ടൻ ഫുഡി ആയിരിക്കെ ഒട്ടും കുക്കിംഗ് അറിയാതെയാണ് ഞാൻ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് വരുന്നത്. ലക്കിലി ഒരു കല്യാണം കഴിഞ്ഞൊരു 3 monthsന് ശേഷം ലോക്ക്ഡൗൺ ആയി. പക്ഷെ അതിന് മുന്നേ തന്നെ ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞാൻ എക്സ്പേർട്ടൊന്നും അല്ലായിരുന്നു. അമ്മ ജോലിക്ക് പോകുന്നത് കൊണ്ടും അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ കട്ടിങ്ങിന് അമ്മ ഒരുപാട് ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ കട്ടിങ് ഒരുവിധം എനിക്ക് നല്ല സ്പീഡുള്ള എനിക്ക് വശമുണ്ട്, പക്ഷെ കുക്കിംഗ് അത്ര പോരാ. അപ്പോൾ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് കല്യാണത്തിന് ശേഷമാണ്. ആക്ച്വലി അതിന് മുന്നേ എനിക്കൊരു സാഹചര്യം വന്നിട്ടില്ല, ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്ന സമയത്ത് ശരിക്കും എനിക്കൊരു അവസരമായിരുന്നു എൻ്റെ കഴിവുകൾ തെളിയിക്കാൻ. അപ്പോൾ ആ ലോക്ക്ഡൗൺ പീരീഡ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എൻ്റെ വീട്ടിൽ അമ്മയുടെ കുറേ ടിപ്സും, പിന്നെ ഞാൻ വന്ന് കയറിയപ്പോൾ അവിടെ അമ്മയും നല്ല അടിപൊളിയായിട്ട് ഫുഡ് കുക്ക് ചെയ്യും. അപ്പോൾ അവിടെ നിന്നും കുറച്ച് ടിപ്സ്, അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുമ്പോഴത്തേനും എൻ്റെ സൈഡിൽ നിന്ന് ഒരു സ്പെഷ്യലായിട്ടൊരു സാധനം വരും. അത് എൻ്റെ ഹസ്ബൻഡ് കുറച്ച് മോട്ടിവേഷനും കൂടെ തരുന്നത് കൊണ്ടും ഞാൻ എന്തുണ്ടാക്കി കൊടുത്താൽ കഴിക്കുന്നത് കൊണ്ടും എനിക്കത് ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു. സോ അങ്ങനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിൽ എഗെയിൻ കോൺഫിഡൻ്റ് ആയിട്ട് വെച്ച് വിളമ്പാൻ പറ്റിയതാണ് കഴിഞ്ഞ വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ ചിക്കൻ കറി, അതേപോലെ തന്നെ അലഗാമിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ നെയ്ച്ചോറ്. സോ പതിവ് പോലെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ നെയ്ച്ചോറുണ്ടാക്കി. അതിൻ്റെ ഒപ്പം തന്നെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കി. ബീഫിൻ്റെ കാര്യം എടുത്തു പറയണമല്ലോ, ചങ്ങനാശ്ശേരിയിൽ കിട്ടുന്ന പോലത്തെ ബീഫ് ഞാൻ വേറൊരിടത്തും കഴിച്ചിട്ടില്ല. വെളുപ്പിനെ ആകുമ്പോഴത്തേനും ആകാശേട്ടൻ എണീറ്റ് ആ പിടയ്ക്കുന്ന ബീഫ്, ശരിക്കും ഞാൻ ബീഫ് പിടയ്ക്കുന്നത് ഫ്ലഷ് കൊണ്ടൊന്ന് കണ്ടിട്ടുണ്ട്. ആ വീഡിയോ ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. ആ ബീഫ് ഫ്രൈ ചെയ്തെടുത്താൽ കേട്ടോ മാരക ടേസ്റ്റാണ്. ആ ബീഫും പിന്നെ ഞാൻ വെച്ച ചിക്കൻ കറിയും നെയ്ച്ചോറും കൂടെ അല്പം സാലഡും. എനിക്ക് തോന്നുന്നത് ഈ ഇത്രയും കോമ്പിനേഷൻ ഉണ്ടല്ലോ, ആ സാലഡും ആ കറിയും ആ ഇച്ചിരി ബീഫ് ഫ്രൈയും കൂടെ ചേർത്ത് കഴിക്കാൻ പല ടേസ്റ്റ്. അപ്പോൾ യൂഷ്വലി നമ്മുടെ പേജ് നോക്കുമ്പോൾ അറിയാം, ഞങ്ങളുടെ ഫോട്ടോസ് മിക്കവാറും വാഴയിലെ സെർവ് ചെയ്തിട്ട് ഫോട്ടോസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഉണ്ടാക്കി വെച്ചു കൊടുത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം ഏട്ടൻ ചെയ്തോളും. ബാക്കിയെല്ലാം ഏട്ടൻ്റെ പണിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്.